4 വർഷം മുൻപ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തതാണ് പൗരത്വ നിയമ ഭേദഗതി. അതിനുള്ള വ്യവസ്ഥയുമായി അത് അംഗീകരിക്കില്ല, കേരളത്തിൽ നടപ്പാക്കില്ല എന്ന ധിക്കാരം വിളമ്പാൻ ആരാണ് മുഖ്യമന്ത്രിക്ക് അധികാരം നൽകിയത്? പാർലമെന്റ് ഇരുസഭകളും പാസാക്കിയ നിയമം ഒരു സംസ്ഥാനത്ത് ബാധകമല്ലേ? ഇതെന്തേർപ്പാടാണ്? നിയമം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നു. ആരാണ് പച്ചനുണ തട്ടിവിട്ടത്? മുസ്ലിങ്ങളെ കേന്ദ്രവിരുദ്ധമായി തിരിച്ച് വോട്ട് തട്ടാനുള്ള തരം താണ പരിപാടിയല്ലേ ഇത്? ഏതെങ്കിലും ഒരു മുസൽമാന് എതിരാണ് ഈ നിയമമെന്ന് തെളിയിക്കാനാകുമോ? കേരള നിയമസഭ പ്രമേയം പാസാക്കി എന്ന് പറയുന്നു. നിയമസഭയ്ക്ക് ഇതുതന്നെയാണല്ലോ പണി. ഇതിനു മുൻപും പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. അയോധ്യ വിഷയത്തിൽ ഒറ്റക്കെട്ടായല്ലേ പ്രമേയം പാസാക്കിയത്? എന്നിട്ട് എന്തായി? 1993 ഫെബ്രുവരി 3-നായിരുന്നല്ലോ അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നതിനെതിരെ ഗോഗ്വാവിളിയും അട്ടഹാസവുമൊക്കെയായി പ്രമേയം ചർച്ചയാക്കിയത്. VS അച്യുതാനന്ദൻ സബ്മിഷനായി ഉന്നയിച്ച വിഷയം പള്ളി പൊളിച്ചേ എന്നലറിക്കൊണ്ടായിരുന്നല്ലോ. BJPയെ തെറി പറയാൻ പള്ളി എന്ന് പറഞ്ഞാലല്ലേ പറ്റൂ? ഏകകക്ഷികളിലെ അംഗങ്ങളും ചർച്ച ചെയ്ത ഒടുക്കം പള്ളി പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ടത് 30 വർഷം കഴിഞ്ഞല്ലേ? പ്രമേയവും പ്രസംഗവും അലമാരയിൽ ഉറങ്ങി. അയോധ്യയിൽ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ക്ഷേത്രമുണർന്നു. ഭക്തജന തിരക്കും തുടങ്ങി. ഇതിനാകട്ടെ സുപ്രീം കോടതിയുടെ നിരീക്ഷണവും നിർദ്ദേശവും കർശനമായിട്ടുണ്ടായിരുന്നു. അയോധ്യ പ്രശ്നം തീർപ്പാക്കിയ സുപ്രീം കോടതി പള്ളി പണിയാൻ 5 ഏക്കർ സ്ഥലവും അനുവദിച്ചു. പള്ളി പണി എന്തായി? ഒരു കല്ലെങ്കിലും കേരളത്തിൽ നിന്ന് എത്തിച്ചോ? പള്ളി പണിയാൻ 1 രൂപയെങ്കിലും അയക്കാൻ പ്രമേയം പാസാക്കാൻ കയ്യും തലയും ഇട്ടടിച്ചവർ തയ്യാറായോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ തലയിൽ കൈവച്ചുള്ള അലമുറയിടൽ? സംഗതി വ്യക്തമല്ലേ? മുസ്ലിങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി മുസ്ലിങ്ങളെ പേടിപ്പിച്ച് കൂടെ നിർത്താൻ. കരളെടുത്ത് തളികയിൽ വച്ചാലും അയ്യേ ഇതെന്താ ചെമ്പരത്തി പൂവാണോ വച്ചതെന്ന് ചോദിക്കുന്ന കൂട്ടരല്ലേ? സുപ്രീം കോടതി പറഞ്ഞാൽ ചെയ്യാതൊക്കുമോ എന്ന് ചോദിക്കുന്നവരല്ലേ? ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭാഗിക വിധി വന്നപ്പോൾ അതും എടുത്തെഴുന്നള്ളിച്ച് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരല്ലേ? എന്നിട്ട് എന്തായി? ആയിരക്കണക്കിന് ആളുകളെ ദുഃഖത്തിലും ദുരിതത്തിലുമാക്കി. പൗരത്വ ഭേദഗതി ബില്ലിലും സുപ്രീം കോടതി വിധിയുണ്ട്. കേരള നിയമസഭയുടെ പ്രമേയങ്ങൾക്ക് നിയമത്തിന്റെ സ്വഭാവമില്ല എന്നും അത് സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെ അഭിപ്രായം മാത്രമെന്നുമാണ് കോടതി നിരീക്ഷണം. 1955 പൗരത്വ നിയമം ഉണ്ടായത്. അതിൻ്റെ ചട്ടങ്ങളാണ് പുറത്തു വന്നത്. 3 അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള 6 മത അനുയായികൾക്കാണ് സംരക്ഷണം. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിങ്ങൾക്ക് പീഡനമില്ല. അവിടെ പീഡനം മൂലം ഒരു മുസ്ലിമും ഭാരതത്തിലേക്ക് വരുന്നില്ല. അവിടെ ഇല്ലാത്ത പീഡനക്കാർക്ക് ഇവിടെ സംരക്ഷണം എന്ന് പറയേണ്ട കാര്യമില്ല. മതം മാനദണ്ഡമാകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവും ബാലിശമാണ്. നിയമം അറബിക്കടലിൽ വലിച്ചെറിയണമെന്ന ആവേശത്തോടെ പറയുന്നവരുണ്ട്. ജനങ്ങളെ ഭിന്നിച്ച് അധികാരം ഉറപ്പിക്കാനെന്ന വാദവും പറയുന്നു. ഈ പറയുന്നതൊന്നും നേരല്ല. നുണ നിരന്തരം വിളമ്പി രക്ഷപ്പെടാൻ നോക്കണ്ട. പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നത് 140 കോടി ജനങ്ങളുടെ കാര്യമാണ്. അതിൽ 19 കോടി മുസ്ലിങ്ങളും പെടും. മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഒരു പദ്ധതിയും നടപ്പാക്കുന്നില്ല. ഭാരതത്തിലെ മുസ്ലിങ്ങളെ ഏക സഹോദരനായേ കാണാൻ കഴിയൂ. സൗദിയിൽ ഹജ്ജിന് പോകുന്നവരില്ലേ? പാസ്പോർട്ടും വിസയും ഇല്ലാതെയാണോ പോകുന്നത്? ഏതെങ്കിലും രാജ്യത്ത് വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ മതത്തിന്റെ പേരിൽ ആനുകൂല്യമുണ്ടോ? കേരളം എന്തേ പ്രത്യേക രാഷ്ട്രമാണോ? വെളിച്ചപ്പാടും വാളും തറയും വേറെ വേറെയാണോ? കേരളത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തോട് കടുത്ത വഞ്ചനയും നീതികേടുമാണ് കാണിക്കുന്നത്. 2019 ഡിസംബർ 31 പ്രത്യേക സമ്മേളനമാണ് നിയമസഭ നടത്തിയത്. അന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട എന്ന പോലെ പ്രതിപക്ഷവും ജയ് ജയ് വിളിച്ചു. വെള്ളരിപ്രാവിനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അന്ന് നിയമസഭയിൽ BJPയുടെ O രാജഗോപാൽ മാത്രമേ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചുള്ളൂ. പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരെ പാർപ്പിക്കുവാനുള്ള തടങ്കൽ പാളയങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല. തടങ്കൽ പാളയങ്ങൾക്കുള്ള ഒരു നടപടിയും കേരള സർക്കാർ സ്വീകരിക്കില്ല. ഈ പ്രമേയം ചരിത്രത്തിൽ ഇടം നേടും. മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. രാഷ്ട്രീയവും രാഷ്ട്രവും രണ്ടല്ലെന്നും രാഷ്ട്രമെന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നുമാണ് രാജഗോപാൽ പറഞ്ഞത്. അന്നത്തെ മുദ്രാവാക്യം ആവർത്തിച്ച് ഇരുമുന്നണികളും രംഗത്ത് വന്നിരുന്നു. CAA പ്രതിഷേധത്തിൽ ആര് മുന്നിലെത്തുമെന്ന കാര്യത്തിലാണ് ഇരുമുന്നണികളും തമ്മിൽ മത്സരം. കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ നിയമവകുപ്പ് ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. CAA വിഷയത്തിൽ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട 835 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CAA വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ കേസുകൾ പിൻവലിക്കട്ടെ എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുമെന്നതിനാൽ
രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കാൻ ഇന്റലിജൻസ് വിഭാഗത്തോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.